സാർ നമസ്കാരം. നമസ്കാരം. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം ഇപ്പോൾ ഏത് ഘട്ടത്തിലെത്തി നിൽക്കുന്നു? പ്രചരണം ഇപ്പോൾ ഞാൻ ഫെബ്രുവരി 25 തുടങ്ങിയതാണ്. ആദ്യം വ്യക്തികളെയും സ്ഥാപനങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള സന്ദർശനമായിരുന്നു. പിന്നീട് മാർച്ച് 27 മുതൽ പൊതുപരിപാടികൾ ആരംഭിച്ചു. അപ്പോൾ ഇപ്പോൾ എല്ലാം കൂടി ഒരു 7 റൗണ്ട് അസംബ്ലി മണ്ഡലങ്ങൾ ഓരോന്നും കവർ ചെയ്തിട്ടുണ്ട്. പൊതുവെ നല്ല പ്രതികരണമാണ് വോട്ടർമാരെന്ന് കാണുന്നത്. അതിന് രാഷ്ട്രീയവുമുണ്ട്, വികസന കാര്യങ്ങളുമുണ്ട്. ഒപ്പം ഈ മണ്ഡലത്തിൽ നിലവിലുള്ള MP കാര്യമായി ഒന്നും ചെയ്തില്ല എന്ന പ്രശ്നങ്ങളുമുണ്ട്. ഇടതുപക്ഷത്തിന് അനുകൂലമാണ് സ്ഥിതി. 2019 സാഹചര്യമല്ല ഇപ്പോൾ. അന്ന് ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിലായാലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും പിന്നീട് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലായാലും LDF UDFൻ്റെയും BJPയുടെയും കൈവശമുണ്ടായിരുന്ന പല വാർഡുകളും പഞ്ചായത്തുകളും പിടിച്ചെടുത്തു എന്നുള്ളതും സീറ്റുകൾ നിയമസഭാ സീറ്റുകളടക്കം പിടിച്ചെടുത്തു എന്നുള്ളതും പിന്നീട് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും LDFനൊരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ. ആ കണ്ണൂരിൻ്റെ ആ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. മനസ്സ് തുറന്ന് വോട്ടർമാർ പറയുന്നുണ്ട്. ഒന്ന്, കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന BJP ഇനിയും ഭരിച്ചുകൂടാ എന്നത് പൊതുവിലുള്ള ഒരഭിപ്രായം. മതനിരപേക്ഷ വിശ്വാസികളുടെയും മതവിശ്വാസികളുടെയും പൊതു അഭിപ്രായം അതാണ്. എന്നാൽ കേരളത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം BJP അനുകൂലമാണ്. ഒരു മൃദു ഹിന്ദുത്വ നിലപാട് കൊണ്ട് തന്നെ തീവ്ര ഹിന്ദുത്വത്തെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ഒരുപാട് കോൺഗ്രസ്സുകാർ BJPയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയും BJPയിലേക്ക് പോകാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച ഒരാളാണ്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഇടതുപക്ഷത്തെ വിജയിപ്പിക്കണമെന്ന് പൊതുവിൽ ജനങ്ങൾക്ക് രാഷ്ട്രീയത്തിന് അതീതമായ ഒരാഗ്രഹമുണ്ട്. അത് തെരഞ്ഞെടുപ്പ് പ്രചാരവേദിയിൽ പ്രകടമായി കാണാനുണ്ട്. സാറേ, കഴിഞ്ഞ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഒരു ഹിസ്റ്ററി നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു മുന്നണിയും ഒരു കണ്ടിന്യൂസ് ആയിട്ട് സപ്പോർട്ട് ചെയ്തൊരു കാണുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യമായാലും അതിന് മുമ്പത്തെ പ്രാവശ്യം LDFും UDF ഒക്കെ മാറി മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടോ കേരളത്തിൽ? അല്ലെങ്കിൽ അത് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കേന്ദ്ര ഭരണവിരുദ്ധ വികാരമുണ്ട്. സംസ്ഥാന ഭരണത്തിനെതിരായിട്ടുള്ള വികാരമില്ല. മാത്രമല്ല UDFകാർ പ്രചരണ യോഗങ്ങളിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണത്തെക്കുറിച്ച് വിമർശനപരമായി പറയുന്നില്ല. അവർ അത് ഉപേക്ഷിച്ചു. എന്നിട്ട് ഇപ്പോൾ വ്യക്തിഹത്യയാണ് അവർ നടത്തുന്നത്. കാരണം അത് ഏശിയില്ല. അവരാദ്യം LDF സർക്കാരിന് എതിരായി നടത്തിയ പ്രചാരവേല ജനങ്ങളിൽ ഏശിയില്ല. ഇപ്പോൾ ഈ വിഷു, പെരുന്നാൾ, ഈസ്റ്റർ ഇതെല്ലാം ഒന്നിച്ച് വന്നപ്പോൾ LDF സർക്കാർ 62 ലക്ഷം പേർക്ക് 3 മാസത്തെ പെൻഷൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഒരു മാസത്തിനകം 3 മാസത്തെ പെൻഷൻ 4800 രൂപ വീതമാണ് കൊടുത്തത്. അതാവട്ടെ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് നൽകേണ്ട 57,400 കോടി നിഷേധിച്ചിട്ടും ഒപ്പം വാർദ്ധക്യകാല പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, വിധവാ പെൻഷൻ ഈ 3 പെൻഷൻ്റെ കേന്ദ്രവിഹിതം ഒരു കൊല്ലം കുടിശ്ശികയാക്കിയിട്ടും കേന്ദ്രം കൊടുക്കേണ്ട പൈസയടക്കം സംസ്ഥാനം കൊടുക്കുകയാണ്. അപ്പോൾ ഒന്നും സംസ്ഥാനത്തെ കുറ്റപ്പെടുത്താൻ ഇനിയില്ല. കാരണം ഇത്രമാത്രം പൊതുജനങ്ങൾക്ക് വേണ്ടി, മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർക്ക് വേണ്ടി ഭരണ നടപടികളിലൂടെ ക്ഷേമവും വികസനവും നടപ്പാക്കിയ മറ്റൊരു സർക്കാർ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ദേശീയപാതയുടെ 1-ാം ഘട്ടം മുഴപ്പിലങ്ങാട് മാഹി ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്ത് ഈ സമയത്താണ്. അത് കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. യഥാർത്ഥത്തിൽ 51 വർഷത്തെ ചരിത്രത്തിൽ പണി പൂർത്തീകരിക്കാത്ത ഒരു വൻ പദ്ധതി പൂർത്തീകരിച്ചു വന്നത് ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രമാണ്. അതുകൊണ്ടാണ് സ്ഥല ഏറ്റെടുപ്പ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. സ്ഥലം ഏറ്റെടുത്തതുകൊണ്ടാണ് ബൈപ്പാസ് യാഥാർത്ഥ്യമായത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പൊതുകാര്യങ്ങളിൽ ഇടതുപക്ഷത്തെ ജനങ്ങൾ നല്ലപോലെ പിന്തുണക്കുന്നത്. സാറേ, ഈ കണ്ണൂർ മണ്ഡലത്തിൻ്റെ വികസന സ്വപ്നങ്ങൾ എന്തൊക്കെയായിരിക്കും സാർ തിരഞ്ഞെടുക്കപ്പെടുകയും? ആദ്യത്തെ പ്രയോറിറ്റി ഞാൻ വിമാനത്താവളത്തിന് പോയിൻ്റ് ഓഫ് കോൾ പദവി ലഭ്യമാക്കാനുള്ള ഇടപെടലായിരിക്കും. ഇതിനകം
LDFിൻ്റെ പ്രതിനിധി സംഘം ഡൽഹിയിൽ പോയി വ്യോമയാന മന്ത്രി അടക്കമുള്ളവരെ കണ്ട് നിവേദനം കൊടുത്ത് ഇടപെട്ടതാണ്. ആ ഇടപെടൽ തുടരും. അതോടൊപ്പം റെയിൽവേ സ്റ്റേഷൻ കണ്ണൂർ 90 കോടി രൂപ ഒരു വർഷം വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നതും 60 ലക്ഷം യാത്രക്കാരുള്ളതുമായ ഒരു പ്രധാന റെയിൽവേ സ്റ്റേഷനാണ്. അതിൻ്റെ വികസനം, പിന്നെ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ, വന്യജീവി ആക്രമണം, ഇതുൾപ്പെടെയുള്ള കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്തേണ്ട മുഖ്യ വിഷയങ്ങൾ, അതിന് ഒരു പ്രയോറിറ്റി നിശ്ചയിച്ചുകൊണ്ടായിരിക്കും ഇടപെടുക. മാത്രമല്ല, ജനങ്ങളുടെ മുമ്പിൽ ഒരു പ്രകടന പത്രിക കണ്ണൂർ LDF വിജയിച്ചാൽ എന്ത് ചെയ്യും എന്നതിനെക്കുറിച്ച് ജനപ്രതിനിധികളും പ്രധാനപ്പെട്ട സംഘടനകളുടെ പ്രതിനിധികളും അടക്കം ഇരുന്ന് ചർച്ച ചെയ്ത് അവരുടെ എല്ലാം അഭിപ്രായങ്ങൾ പരിഗണിച്ചതിന് ശേഷം തയ്യാറാക്കിയ പ്രകടന പത്രിക ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. UDF അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അവർക്ക് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവരൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് മത്സരിക്കുന്നവരല്ല. ജയിച്ചാലും ഒന്നും ചെയ്യൂല. കാരണം കഴിഞ്ഞ 5 വർഷം ഇവിടുന്ന് ജയിച്ചു പോയ MP ഫണ്ട് കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ് ചെലവഴിച്ച ഒരു മണ്ഡലം കണ്ണൂരാണ്. എന്ന് പറഞ്ഞാൽ 25 കോടി രൂപയാണ് 5 വർഷത്തേക്ക് MP ഫണ്ട് ലഭിക്കേണ്ടത്. അതിൽ 4.5 കോടിയാണ് ചെലവഴിച്ചത്. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ UDFന് പ്രകടന പത്രികയൊന്നും ഇല്ല. ഞങ്ങൾ LDF വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടി ജനങ്ങളുടെ മുമ്പിൽ ഒരു പ്രകടന പത്രിക അവതരിപ്പിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ സമ്മർദ്ദം ചെലുത്തി കണ്ണൂരിൽ കൊണ്ടുവരേണ്ട പദ്ധതികൾ സംബന്ധിച്ച് ഒരു വ്യക്തത ഉണ്ടാക്കിക്കൊണ്ടാണ്, ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ജനങ്ങളെ സമീപിക്കുന്നത്. സാർ, ഈ കണ്ണൂരുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ റബ്ബർ കർഷകരുടെ ഒരു പ്രശ്നം, അതോടൊപ്പം തന്നെ മറ്റ് കർഷകരുണ്ട്. സാർ നേരത്തെ പറഞ്ഞ വന്യജീവി ആക്രമണമുണ്ട്. ഇപ്പോൾ ഈ റബ്ബറിൻ്റെ വിലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളൊക്കെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടൊക്കെ വരുന്നുണ്ട്. ഇപ്പോഴും റബ്ബർ കർഷകരുടെ ഒരു പ്രശ്നം, റബ്ബറിന് ഒരു താങ്ങുവില കിട്ടുന്നില്ല. പിന്നെ സാധാ കർഷകർക്ക് വന്യജീവി ആക്രമണം, ആനയുടെ ആക്രമണം, ഇതെല്ലാം ഈ ഒരു കണ്ണൂർ മലയോര മേഖലയുമായി ബന്ധപ്പെട്ട് കുടിയേറ്റ ജനതയുടെ ഏറെ ആശങ്കയുള്ളതാണ്. ഈ വിഷയത്തിൽ സാർ പ്രത്യേകമായി ശ്രദ്ധ പുലർത്തുന്നു? തീർച്ചയായും റബ്ബറിന് ഇവിടെ ഒരു ഇൻസെൻറ്റീവ് നൽകുന്നുണ്ട് സംസ്ഥാന സർക്കാർ. അതിന് ഒരു 180 രൂപ വരെ കിട്ടത്തക്ക നിലയിൽ വില സ്ഥിരതാ ഫണ്ട് ഏർപ്പെടുത്തിയത്. പക്ഷെ അത് പോരാ, അത് ഉയർത്തണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഒരു സഹായം നൽകണം. ഇന്ത്യയിൽ കേരളം മാത്രമാണ് ഇങ്ങനെ ഒരു ഇൻസെൻറ്റീവ് പരിപാടി നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിന് ഒരു സഹായം നൽകാവുന്നതാണ്. അതെങ്ങനെ ചെയ്യാൻ കഴിയും? ഇപ്പോൾ ഇറക്കുമതി നയം കൊണ്ടാണല്ലോ റബ്ബറിൻ്റെ വില ഇടിഞ്ഞത്. ആസിയാൻ കരാർ പോലെയുള്ള സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പിട്ടതാണല്ലോ ഈ ഉൽപ്പന്നങ്ങൾക്ക്, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയിടിയാൻ കാരണം. ഇപ്പോൾ ഈയിടെ ആദായ നികുതി വകുപ്പ് ഒരു കാര്യം കണ്ടെത്തി. ടയർ മുതലാളിമാർക്കാണ് റബ്ബർ ഇറക്കുമതി കൊണ്ട് പ്രയോജനം. ആ ടയർ മുതലാളിമാർ ടാക്സ് വെട്ടിച്ച് കോടികൾ ഉണ്ടാക്കി എന്നാണ് കണ്ടെത്തിയത്. അതിന് പിഴയിടുകയും ചെയ്തു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അങ്ങനെ പിഴയിട്ട തീരുമാനം വന്നപ്പോൾ ഒരു കാര്യം കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടു. ഈ പിഴ മുഴുവൻ ഈടാക്കുക, കമ്പനികളിൽ നിന്ന് ഈടാക്കി ആ തുക കൃഷിക്കാർക്ക് കൊടുക്കുക, റബ്ബർ കൃഷിക്കാർക്ക്. കാരണം റബ്ബർ കൃഷിക്കാർക്ക് അർഹതപ്പെട്ടതാണ് ഈ ടയർ മുതലാളിമാർ കൊള്ള ലാഭം ഉണ്ടാക്കിയിട്ട് അടിച്ചു മാറ്റിയത്. അതൊന്ന് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഈ ഇൻസെൻറ്റീവിൽ ഒരു വിഹിതം തരിക. അതോടൊപ്പം താങ്ങുവില കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കണം. ഇതാണ് റബ്ബറിൻ്റെ അടക്കമുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുന്നതിനും കൃഷിക്കാർക്ക് കൃഷി ചെലവിന് അനുസരിച്ച് തുക കിട്ടുന്നതിനും ഒരു മാർഗം. രണ്ടാമത്തത്, കൃഷി നശിപ്പിക്കുകയും കൃഷിക്കാരടക്കമുള്ള ജനങ്ങളെ കൊല്ലുകയും ചെയ്യുന്ന കൊലയാളികളായ വന്യജീവികളെ നേരിടേണ്ട പ്രശ്നമാണ്. അതിന് കേന്ദ്ര വനം സംരക്ഷണ വകുപ്പ് വനം സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണം. അതിൽ 11-ാം വകുപ്പിൽ പറയുന്നത്, ഇപ്പോൾ അക്രമകാരികളായ മൃഗത്തെ കൊല്ലണമെങ്കിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന അധികാരം വിനിയോഗിക്കണമെങ്കിൽ ആ മൃഗത്തെ മയക്കുവെടി കൊണ്ട് കൂട്ടിലടക്കാൻ കഴിയില്ല എന്ന് സർട്ടിഫൈ ചെയ്യണം. അതുപോലെ തന്നെ ആ വന്യമൃഗത്തെ മയക്കുവെടി വെച്ചതിന് ശേഷം കാട്ടിലയക്കാൻ കഴിയില്ല എന്നും ബോധ്യപ്പെടണം. ഇതൊത്തിരി സാങ്കേതിക നടപടിക്രമങ്ങളാണ്.
അതുകൊണ്ടൊന്നും ഈ അക്രമകാരികളായ മൃഗത്തെ വിലയിരുത്താൻ പറ്റില്ല. അപ്പോൾ ആളെ കൊല്ലുന്ന മൃഗങ്ങളെ കൊല്ലാൻ അധികാരം നൽകണം. അപ്പോൾ സെക്ഷൻ 11 ഭേദഗതി ചെയ്യണം. ഇത് സുവ്യക്തമായ നിലപാട് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ആ പ്രശ്നങ്ങളെല്ലാം പാർലമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും പ്രയത്നിക്കും. എത്രത്തോളം വിജയ പ്രതീക്ഷയുണ്ട്? LDF വിജയിക്കും. കാരണം പൊതുവെ LDFന് അനുകൂലമാണ് സ്ഥിതി. അത് പ്രകടമായി മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇത്തവണ LDF കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലം വിജയിക്കും.